Hi students, here we see the arrangement of standby generating system. So here we are having the utility supply, emergency supply and the critical loads here. The critical loads are here. So these critical loads are supplied by UPS, uninterruptible power supply, and the emergency loads are also there. Normal loads are also here. So what we can understand here is utility and the emergency supply is operating in parallel. See, it is both are operating in parallel, and when utility supply is on, the Q1 switch is closed and normal load switch is closed, and Q3 switch is also closed and it is being supplied to the utility power supply, but this Q2 switch is open. Why? Because emergency supply is not here. When what happens when suddenly some faults occurs in the utility power supply and it is opened, so ഈ സ്വിച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഈ യൂട്ടിലിറ്റി ഇൻ പവർ സപ്ലൈ ഇല്ല. ആ സമയത്ത് എന്താവും, ഈ നോർമൽ ലോഡ്സിലേക്ക് പവർ അത് ഇൻറ്ററപ്റ്റഡ് ആവും. പിന്നെ ഈ Q3 ഇത് സ്വിച്ച് എന്ത് ചെയ്തു, ഇത് ഓഫായിട്ടുണ്ടാവോ, ഇത് Q3 സ്വിച്ച് ക്ലോസ് ആയിട്ടുണ്ടാവും? ഇല്ല, ഈ Q3 സ്വിച്ച് അത് ഓപ്പണായി മാറും, അത് ഓപ്പൺ ആവും. പിന്നെ ഈ ലോഡ് നോക്കുക, ഈ Q2 സ്വിച്ച് നോക്കുക. ഇപ്പോഴാണ് നിങ്ങൾക്ക് എമർജൻസി സപ്ലൈ വരുന്നത്. Q2 സ്വിച്ച് വിൽ ബി ക്ലോസ്ഡ്. Q2 സ്വിച്ച് ക്ലോസ് ആകുമ്പോൾ ഈ എമർജൻസി സപ്ലൈ എന്ത് ചെയ്തു, എമർജൻസി സപ്ലൈ ഒരു സ്റ്റാൻഡ് ബൈ പവർ ജനറേറ്ററിന് ജനറേറ്റ് ചെയ്തിട്ട് ഒരു പവർ സപ്ലൈ ചെയ്യും. അപ്പോൾ ഈ പവർ ജനറേറ്റ് ചെയ്ത് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ വേറൊരു ലോഡ് ഉണ്ട്, നിങ്ങൾ നോക്കാണ്ട ഇവിടെ ക്രിട്ടിക്കൽ ലോഡ്. സോ ഈ ക്രിട്ടിക്കൽ ലോഡിനെ സംഭവിക്കും. ക്രിട്ടിക്കൽ ലോഡിൽ ഒരു ICU പേഷ്യൻസ് ഒക്കെ ഇതിലുണ്ടാവും. അവർക്ക് ഈ ലോഡ് ഇൻറ്ററപ്റ്റ് ചെയ്ത് ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് പവർ വരുമ്പോഴത്തേക്ക് ചിലപ്പം ഇവിടെ ഇരിക്കുന്ന ക്രിട്ടിക്കൽ ലോഡിലെ പേഷ്യൻസിന് സിവിയറായിട്ട് ഹാർട്ട് പ്രോബ്ലംസ് ഉണ്ടാവും. അതായത് വെന്റിലേഷൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഇൻവെർട്ടർ കണക്ട് ചെയ്യും. ആ ഇൻവെർട്ടർ ഒരു 10 മിനിറ്റ് വരെ ഈ എമർജൻസി പവർ സപ്ലൈ ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന വരെ ഈ ഇൻവെർട്ടർ സ്റ്റോർ ചെയ്ത എനർജി ഈ ക്രിട്ടിക്കൽ ലോഡിലേക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഈ ഒരു ICUലേക്ക് പവർ സപ്ലൈ കണ്ടിന്യൂസ് ഉണ്ടാവും. അതായത് ഈ ഒരു എമർജൻസി പവർ സപ്ലൈ Q2 ക്ലോസ് ചെയ്ത് അപ്പം ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് പവർ ഇതിലേക്കൂടെ ഡെലിവർ ചെയ്ത് നേരെ എന്ത് ചെയ്തു, ഈ ഇൻവെർട്ടറിൻ്റെ ബാറ്ററി മൊത്തം ചാർജ് ചെയ്ത് പിന്നെ ഈ പവർ ഇതിലേക്കൂടെ ഫെഡ് ചെയ്തു. അതിന് ചിലപ്പോൾ 2-3 മിനിറ്റ് എടുക്കാം. അതുകൊണ്ടാണ് UPSൻ്റെ സ്റ്റാൻഡ് ബൈ 10 മിനിറ്റ് വരെ എടുക്കുന്നത്. ഈ 10 മിനിറ്റ് വരെ എടുക്കുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ചാൽ സഡനായിട്ട് ഈ ഒരു പവർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ എമർജൻസി പവർ സപ്ലൈ ഓൺ ആവുന്ന സമയം വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ UPS ക്രിട്ടിക്കൽ ലോഡിലേക്ക് പവർ സപ്ലൈ ചെയ്യും. സോ ആവശ്യമുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റിക് സ്വിച്ച് കൊണ്ട് ഈ സ്വിച്ചും കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എമർജൻസി ലോഡിലേക്കും കൂടെ സപ്ലൈ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സ്വിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പവർ ഇതിലേക്കൂടെ വന്ന് ഈ എമർജൻസി ലോഡിലേക്ക് കൂടി സപ്ലൈ ചെയ്യും. ഓക്കെ, ബൈ. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ നോർമൽ ഓപ്പറേറ്റിംഗ് കണ്ടീഷൻ, ലോഡ് സെപ്പറേറ്റ് ഫ്രം ദി യൂട്ടിലിറ്റി സപ്ലൈ. Upon loss of this supply, Q3 is tripped and the generator is started. The load is supplied by the standby generator set by closing the circuit breaker Q2. So Q2 close ചെയ്തിട്ട് ഇത് Q3 ഓപ്പൺ ആവും, Q2 ക്ലോസ് ആവും. So UPS is equipped with static switch will bypass the rectifier inverter module in case of internal faults in the UPS and ensure continuous supply of electric power to the load. So UPS should ensure the continuous power to the critical load. Okay, so next one ഇതാണ് ഒരു എമർജൻസി സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ അറേഞ്ച്മെൻറ്റ്. സോ നോർമൽ സോഴ്സ് ഇവിടെ നോക്കുക, എമർജൻസി സോഴ്സ് ഇവിടെ ഉണ്ട്. സോ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് എന്താണെന്ന് വെച്ചാൽ നോർമൽ ലോഡ് ഇവിടെ ഡെലിവർ ചെയ്തുകൊണ്ടാകുമ്പോൾ ആ എമർജൻസി സ്റ്റാൻഡ് ബൈയിലേക്ക് പവർ നോർമൽ ലോഡിനായിരിക്കും. സഡനായിട്ട് നോർമൽ ലോഡിൽ പവർ ഇൻറ്ററപ്റ്റഡ് ആയി കഴിഞ്ഞാൽ ഈ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് നോർമൽ ലോഡിൽ നിന്ന് എമർജൻസി മോഡിലേക്ക് ഷിഫ്റ്റ് ആവും. സോ അതാണ് എമർജൻസി സ്റ്റാൻഡ് ബൈ പവർ സപ്ലൈ അറേഞ്ച്മെൻറ്റ്. സോ ഇൻസ്റ്റാളേഷൻ റിക്വയർമെൻറ്റ്സ് ഓഫ് സ്റ്റാൻഡ് ബൈ ജനറേറ്റർ. സോ സ്റ്റാൻഡ് ബൈ ജനറേറ്ററിൻ്റെ ഇൻസ്റ്റാളേഷൻസ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? മിനിമം 1 മീറ്റർ
clearance shall be provided on 3 sides of the generator. ജനറേറ്ററിൻ്റെ 3 ഭാഗത്തും 1 മീറ്റർ ക്ലിയറൻസ് വേണം. പിന്നെ മിനിമം 2 മീറ്റർ ക്ലിയറൻസ് ഷെൽ ബി പ്രൊവൈഡഡ് ബിറ്റ്വീൻ ദം. സോ 2 ജനറേറ്ററാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2 ജനറേറ്റർ തമ്മിൽ 2 മീറ്റർ ക്ലിയറൻസ് വേണം. And fuel tank of DG set shall be installed outside the generator room. ജനറേറ്റർ റൂമിൻ്റെ പുറത്തായിരിക്കണം ഫ്യൂവൽ ടാങ്കിൻ്റെ installation. And exhaust pipe of DG set shall maintain a minimum height of 1.8 meter clearance from the floor level. ഫ്ലോർ ലെവലിൽ നിന്ന് 1.8 മീറ്റർ ഹൈറ്റിലായിരിക്കണം ഒരു എക്സോസ്റ്റ് പൈപ്പ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. And voltmeter frequency meter shall be connected before the circuit breaker in the generator control panel. വോൾട്ട്മീറ്ററും ഫ്രീക്വൻസി മീറ്ററും സർക്യൂട്ട് ബ്രേക്കറിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം കണക്ട് ചെയ്തിട്ടുണ്ടാവണം. And whatever meters and ammeters in each phase shall be provided. ഒരു ഈച്ച് ഫേസിലും വാട്ടർ മീറ്റേഴ്സും അമ്മീറ്ററും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. അതായത് സർക്യൂട്ട് ബ്രേക്കറിന് മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം വോൾട്ട് മീറ്ററും ഫ്രീക്വൻസി മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഈച്ച് ഫേസിലും വാട്ടവർ മീറ്ററും അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ടാവണം. ഫോർ ജനറേറ്റേഴ്സ് ഫോർ 500 kVA and above, kilowatt and kV meter, kilowatt meter and power factor meter shall be provided. ഫോർ 500 കിലോവാട്ടും അതിൻ്റെ മുകളിൽ ഇല്ല ജനറേറ്റർ ആണെങ്കിൽ KVA കിലോവാട്ട് മീറ്റർ ഇത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. സോ KVA മീറ്ററും ഇല്ലെങ്കിൽ കിലോവാട്ട് മീറ്ററും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ പവർ ഫാക്ടർ മീറ്ററും ഇവിടെ നിർബന്ധമായിട്ട് ഉണ്ടാവണം. 500 കിലോവാട്ടിൻ്റെ മുകളിലാണെങ്കിൽ മാത്രം. ആൻഡ് ദി ചേഞ്ച് ഓവർ സ്വിച്ചസ് ഓഫ് അപ്രൂവ്ഡ് മേക്സ് ഇസ് പെർമിറ്റഡ് ഫോർ കപ്പാസിറ്റീസ് അപ് ടു ആൻഡ് ഇൻക്ലൂഡിങ് 800 ആംപിയർ. സോ 800 ആംപിയറും അതിൻ്റെ മുകളിൽ ഇല്ല കപ്പാസിറ്റി ആണെങ്കിൽ ചേഞ്ച് ഓവർ സ്വിച്ച്, അതായത് ഞാൻ നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്ത പോലെ ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ സ്വിച്ച് ഇവിടെ വേണം. സോ under voltage coil may be provided at grid side. ACB, that is air circuit breaker, and mold case circuit breaker on respective switchboards at installations where generators are installed for preventing chances of backfeeding from generators to the grid side. അതായത് ജനറേറ്ററിൻ്റെ പവർ ജനറേറ്റ് ചെയ്ത് അത് ഗ്രിഡിലേക്ക് പവർ സപ്ലൈ ചെയ്യാണ്ടും നോക്കണം. അതായത് ജനറേറ്ററിന് പവർ സപ്ലൈ ജനറേറ്റ് ചെയ്ത് അത് ലോഡിലേക്കാണ് ഫെഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ഗ്രിഡിലേക്കല്ല. അത് എന്താ അവോയ്ഡ് ചെയ്യുക? ACBയും MCCBയും അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്താവണം? ഇറ്റ് ഷുഡ് ട്രിപ്പ്, അത് ട്രിപ്പാവണം. ഓക്കെ. ആൻഡ് പ്രൊവൈഡ് thermal overload relay in the generator circuit. Thermal overload relay ജനറേറ്റർ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യണം. ജനറേറ്റർ റൂം ഷെൽ ബി മേഡ് അപ്പ് ഓഫ് നോൺ ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ. അതായത് കൂടുതലും ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ ആയിട്ടുള്ള ഒന്നും ജനറേറ്റർ റൂമിൽ ഉണ്ടാകാൻ പാടില്ല. ആൻഡ് സ്റ്റാൻഡേർഡ് സൈസ് ഓഫ് എർത്തിങ് കണ്ടക്ടേഴ്സ്, കേബിൾസ് ആൻഡ് കണ്ടക്ടേഴ്സ് ഫോർ ജനറേറ്റർ ഷെൽ ബി പ്രൊവൈഡഡ്. സോ എർത്തിങ് കൂടുതലായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. അതിൻ്റെ സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ്, അതായത് 13 kg ഒക്കെയാണ്, അത് എർത്തിങ് കണ്ടക്ടർ സൈസ് ഉപയോഗിക്കാം, അത് വെച്ചിട്ട് എർത്ത് ചെയ്യാം. പ്രോപ്പർ പ്രൊട്ടക്ഷൻ സ്കീം ഷുഡ് ഓൾസോ ബി പ്രൊവൈഡ് ഫോർ ജനറേറ്റർ. പ്രോപ്പർ പ്രൊട്ടക്ഷൻ സ്കീമും ജനറേറ്ററിന് നിർബന്ധമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. സോ ഇതൊക്കെയാണ് ഈ ഫാൾട്ട് കറണ്ട് കേബിൾ സൈസ് ഓരോ ജനറേറ്ററിൻ്റെ KVക്ക് അനുസരിച്ചിട്ട് അത് ചേഞ്ച് ചെയ്യുക. ജനറേറ്റർ കപ്പാസിറ്റി നോക്കുക 5 ആണെങ്കിൽ അതിൻ്റെ റേറ്റിങ്ങും അതിൻ്റെ ഈ പ്രൊഡക്ഷൻ സൈസും പിന്നെ ഇതൊക്കെ നിങ്ങൾ ഡാറ്റ ഹാൻഡ് ബുക്കിലുണ്ട്, അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് എഴുതാം. സോ നെക്സ്റ്റ് വൺ വരുന്നതാണ് ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ. സോ ഈ ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ വെച്ചാൽ ഒരു അൺഇൻറ്ററപ്റ്റബിൾ പവർ സപ്ലൈ. ഈ മെയിൻസ് ഫെയിലിയർ പറയുമ്പോൾ എന്താ ചെയ്തു? മെയിൻസ് ഫെയിലിയർ പറഞ്ഞാൽ എന്താ? മെയിൻസ് ഫെയിലിയർ എന്ന് വെച്ചാൽ നിങ്ങളെ KCB മെയിൻസ്, KCBന്ന് പവർ ഫെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണം. ഏതിലേക്ക്? സ്റ്റാൻഡ് ബൈയിലേക്ക്. ആ ഒരു സ്റ്റാൻഡ് ബൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ എന്ന് പറയാം. So automatic mains failure panels, also referred to as automatic transfer switch, makes the power switch to emergency standby generators in the event of significant loss of mains power or total blackout. ടോട്ടൽ ബ്ലാക്ക് ഔട്ട് എന്ന് വെച്ചാൽ ഒരു ലോഡ് ഷെഡിംഗ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഹോസ്പിറ്റലിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരു എമർജൻസി പവറിലേക്ക്
സ്റ്റാൻഡ് ബൈ ജനറേറ്റർ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, DG ജനറേറ്റർ സെറ്റ് ഓപ്പറേറ്റ് ഉണ്ടാവും. അപ്പോൾ DG സെറ്റിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് പാനലോ മെയിൻസ് ഫെയിലിയർ പാനലോ മെയിൻസ് സ്വിച്ചസോ അത് നമുക്ക് എന്താ പറയാം, ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ. അതായത് KCBൻ്റെ പവർ ഫെയിൽ ചെയ്തപാട് ഓട്ടോമാറ്റിക്കായിട്ട് ഏതിലേക്ക് സ്വിച്ച് ചെയ്യാം, സ്റ്റാൻഡ് ബൈയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യാം. സോ അതാണ് നിങ്ങളിവിടെ ഓട്ടോമാറ്റിക് മെയിൻസ് ഫെയിലിയർ എന്ന് പറയാം. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി അടുത്ത ക്ലാസ് നോക്കാം. ബൈ.